ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബികയുടെ ഗോഡൗണിൽ കെട്ടിയിട്ടിരിക്കുന്ന പത്മാവതിയുടെ അടുത്തോട്ട് വന്നിട്ട് അംബിക പറയുക, പത്മാവതി ഉണരടി, ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന് നോക്ക്. അംബികയും മകൻ ദീപക്കൂടെ വന്നിങ്ങനെ നിൽക്കുവാണ്. പത്മാവതി കണ്ണു തുറന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ വന്നോ? അല്ല, അന്ന് നിങ്ങൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞിട്ട് പോയത്? എൻ്റെ ഭർത്താവ് ഇലക്ഷനിൽ തോക്കുമെന്ന്. എന്നിട്ട് എന്തായി? തോറ്റോ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, നിങ്ങളുടെ പ്ലാനും പദ്ധതി ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. ദൈവം എൻ്റെ പ്രതാപേട്ടൻ്റെ കൂടെയാ. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ഈ അഹങ്കാരത്തിനൊക്കെ ദൈവം നിങ്ങൾക്ക് കൂലി തന്നിരിക്കും. ദൈവം എനിക്ക് തരുന്ന കൂലിയല്ലയോ, അത് ഞാനങ്ങ് വാങ്ങിച്ചോളാടി. അതിനെ നിന്റെ ഒത്താശയൊന്നും എനിക്ക് വേണ്ട. അംബികയ്ക്ക് നീ ഉദ്ദേശിച്ചേക്കാളും അധികം വിൽ പവർ ഉണ്ടടി. പ്രതാപൻ ഇലക്ഷന് തോൽക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞതൊക്കെ സത്യമാ. പക്ഷേ അവൻ ജയിച്ചത് കണ്ട് തോറ്റു പിന്മാറാനുള്ള മനസ്സല്ലടി എൻ്റെത്. ഞാൻ പോരാടും, ജയിക്കാനായി തളരാതെ തന്നെ ഞാൻ പോരാടും. അവസാനം വിജയം എൻ്റെതായിരിക്കും. നീ കുറിച്ച് വെച്ചോ പത്മാവതി. വേണമെങ്കിൽ പ്രതാപൻ്റെ ഈ ഭരണകാലം തീരുന്നതിന് മുൻപ് തന്നെ അവൻ്റെ സ്ഥാനത്ത് ഈ അംബിക കയറിയിരുന്നിരിക്കും. അതെ, അംബികയുടെ വാശിയ. അംബികയുടെ മണുകുണാമോൻ ദീപക്ക് പറയുക, എൻ്റെ അമ്മയ്ക്കൂടെ അവകാശപ്പെട്ട സ്വത്തുക്കളും സ്ഥാനമാനങ്ങളുമാ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടെ അനുഭവിക്കുന്നത്. ഞാനും എൻ്റെ അമ്മയും അതൊക്കെ തിരിച്ചു പിടിച്ചിരിക്കും. പിന്നുണ്ടല്ലോ, നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്ഥാനം എവിടാണെന്നോ, ആ കൊട്ടാരം പോലുള്ള വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും. പത്മാവതി പറയുക, ദീപക്കെ, നീ ഈ തലമുറയിൽ ജീവിക്കുന്ന ഒരു പയ്യന് കാലം മാറിയതിൻ്റെ കാര്യങ്ങളൊക്കെ നീ നിൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാതെ നീയും നിൻ്റെ അമ്മയെപ്പോലെ ഇരുട്ടത്ത് കടന്ന് തപ്പിയാൽ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. നീ അത് ആദ്യം മനസ്സിലാക്ക്. നിങ്ങളാരാ എന്നെ സന്മാർഗം പഠിപ്പിക്കാൻ? അംബിക ഉടനെ കളിയാക്കിക്കൊണ്ട് ദീപക്കിനോട് പറയുന്നു, എടാ ദീപക്കെ, നിൻ്റെ അമ്മായി അല്ലയോ ഇത്? അമ്മായി എന്തെങ്കിലും ഉപദേശം പറയുമ്പോൾ നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നും പറഞ്ഞ് ആ രാക്ഷസി പത്മാവതിയുടെ കഴുത്ത് പിടിച്ച് ഞെക്കുവാണ്. വേണ്ട, ഇങ്ങനെ കഴുത്തിന് പിടിച്ച് വേണം നീ സംസാരിക്കേണ്ടത്. എന്താ പത്മാവതി, നിനക്കിപ്പോൾ തീരെ ബലമില്ലല്ലോ, നിൻ്റെ പ്രതികരണശേഷിയൊക്കെ ഇല്ലാതെ പോയതുപോലെ. നിങ്ങൾ എന്താണ് എനിക്ക് ആഹാരത്തിൽ ദിവസവും കലക്കി തരുന്നത്? എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഞാനൊരു ഇത്തിരി വറ്റ് കഴിക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ മയങ്ങിപ്പോവും. അയ്യോ, ആണോ പത്മാവതി? അപ്പോഴുണ്ടാകുന്ന മയക്കമാണെന്ന് നിനക്ക് മനസ്സിലായി. എടി, നിനക്ക് ആഹാരത്തിൽ തരുന്നതേ മരുന്ന് തന്നെയാ. ഈ ചുറ്റും നടക്കുന്ന ഒന്നും നിനക്കറിയാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഉറങ്ങി 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 നിനക്ക് എന്നേക്കുമായി ഉറങ്ങും. ദീപക്ക് പറയുക, മനസ്സിലായില്ലേ? ഈ കെട്ടിടവേ ഞങ്ങൾ അമ്മായിയുടെ പേരിൽ വാങ്ങിച്ചു. അമ്മായി ഇനി പുറം ലോകം ഒരിക്കലും കാണാൻ പോകുന്നില്ല. ഇവിടെ കിടന്ന് അമ്മാവിക്കൊരു സ്വാഭാവിക മരണം ഉണ്ടാകണമെന്ന ഞങ്ങളുടെ ആഗ്രഹം. വർഷങ്ങളായി മകളെയും ഭർത്താവിനെയും പിരിഞ്ഞു നിൽക്കുന്ന പത്മാവതി മാനസിക പിരിമുറുക്കം കൊണ്ടും വിഷാദ രോഗം കൊണ്ടും മരിച്ചു. അങ്ങനെയേ പുറം ലോകം അറിയൂ. ഈ കൈ നനയാതെ മീൻ പിടിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു അല്ലേ അമ്മേ? എന്തായാലും പത്മാവതി, നിനക്ക് മനസ്സിലായല്ലോ, നീ കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഒരു സ്ലോ പോയ്സൺ ആണെന്ന്. അതുകൊണ്ട് വേണമെങ്കിലേ നിനക്ക് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യാം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് പതുക്കെ സമയമെടുത്ത് മരിക്കുക, അല്ലെങ്കിലേ പട്ടിണി കിടന്ന് ചാവും. എന്തായാലും ചോയ്സ് നിൻ്റെതാ. ഞങ്ങളെക്കൊണ്ടേ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളമ്മേ, ഇല്ലേ അമ്മേ? എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? എവിടെങ്കിലും ദൂരെ പോയി നിന്ന് എൻ്റെ മകളെ കണ്ട് ഞാനങ്ങ് ജീവിച്ചോളാം. അവളുടെ പേരിലും എൻ്റെ പേരിലുമുള്ള സ്വത്തുക്കളും മുഴുക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങ് എഴുതി തന്നേക്കാം. അമ്മേ, നമുക്ക് അമ്മായി പറയുന്ന പോലെ അങ്ങ് ചെയ്താലോ? എടാ, ഇവളെ കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കാൻ പറ്റത്തില്ലടാ. ഒരിക്കലും എന്നോടെ ഇനി ഈ നാട്ടിലോട്ട് തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയവളാ ഈ വന്നിരിക്കുന്നത്. ഇവളെ എത്രയൊക്കെ ദൂരെ പോയാലും ഇവളിവിടെ ഭർത്താവിനെയും മോളെയും കാണാതിരിക്കത്തില്ല. അതുകൊണ്ട് ഇവളുടെ വാക്കിലൊന്നും എൻ്റെ മോനെ നീ മയങ്ങിക്കളയല്ലേ. അയ്യോ, അങ്ങനെയല്ല ചേച്ചി. നിങ്ങൾ എന്നെ പോകാൻ അനുവദിച്ചാൽ ചേച്ചി പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം. എന്നാലേ എനിക്ക് നിന്നെ വിട്ടയക്കാനേ ഒരല്പസമയം കൂടി താ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇപ്പോഴേ എനിക്കും എൻ്റെ മോനും അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. നിന്റെ മകളെ വിവാഹം കഴിക്കാനേ ഒരു ചെറുപ്പക്കാരൻ അവതരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുണഗണങ്ങളുടെ കാര്യത്തിലേ രാജുവിൻ്റെ ഗുരുവായിട്ട് വരൂ ആ ചെറുക്കൻ. ഒരു മന്ത്രി കുടുംബത്തിലെ പയ്യനാ രോഹൻ. അവനെ ഞങ്ങൾക്കൊന്ന് ഒതുക്കണം. ഞാനും ദീപക്കുവേ അതിനുള്ള തയ്യാറെടുപ്പില്ല. നീ അതുകൊണ്ടേ ഇവിടെ മിണ്ടാതിരുന്നോണം. അവൻ്റെ പിറന്നാളാഘോഷം എങ്ങനെ കുളവാക്കണമെന്ന് ഞാനും എൻ്റെ മോനും കൂടെ ഒന്ന് ആലോചിക്കട്ടെ. രാജുവും ഹൃദയവും കൂടി ഇങ്ങനെ ബൈക്ക് വലിയ സന്തോഷത്തോടെ ഇങ്ങനെ വരുവാണ്. ജയനും പ്രിയയാണെങ്കിൽ ഓരോ വിഡ്ഢിത്തരങ്ങളൊക്കെ ഇങ്ങനെ രാധമ്മയോട് വിളമ്പിക്കൊണ്ടിരിക്കുവാണ്.
രാധമ്മേ, ഈ മരങ്ങളൊക്കെ നമുക്ക് വെട്ടി വിറ്റാലേ നല്ല കാശ് കിട്ടും. ശരിയമ്മേ എന്ന് പ്രിയയും താളം പിടിക്കുന്നുണ്ട്. എടാ ജയ, ഇത് വാടക വീടാ. ഈ സ്ഥലമേ വല്ലവരുടേതുവാ. മരമൊക്കെ വെട്ടി മുറിച്ച് വിൽക്കണമെങ്കിലേ നീ സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോയി കുറച്ച് വസ്തു വാങ്ങിച്ചിട്ടേ മരമൊക്കെ വെട്ടി മുറിച്ചോ. അപ്പോഴങ്ങോട്ട് വന്ന വേണുവേട്ടനോട് രാധമ്മ പറയുക, വേണുവേട്ട, ഈ ജയൻ പറയുന്ന കേട്ടോ, ഇവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടി വിൽക്കാമെന്ന്. ആഹാ, അത് കൊള്ളാമല്ലോ, നല്ലൊരു ഐഡിയ ആണല്ലോ ജയ. എന്തിനാ രാധമ്മ നീ അവനെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നത്? കണ്ടോ അമ്മേ, അച്ഛന് ബുദ്ധിയുണ്ട്. അച്ഛന് ഞാൻ പറഞ്ഞത് മനസ്സിലായി. എന്നാൽ എൻ്റെ മരുമോനെ, നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. അതെന്തു വച്ചാ, നമുക്കേ ഓരോ മാസവും ഓരോ വാടക വീട് മാറാം. എന്നിട്ട് അവിടെയുള്ള മരങ്ങളൊക്കെ നമുക്ക് ആദ്യം മുറിച്ച് വിൽക്കാം. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കിണറ്റിലെ വെള്ളം നമുക്ക് ഊറ്റി അങ്ങോട്ട് വിൽക്കാം. പിന്നെ ആ വീടിൻ്റെ ഓട്, കല്ല്, ഭിത്തി പൊളിച്ചിട്ട് കിട്ടുന്ന കട്ടള, ജനാല, അങ്ങനെ എല്ലാം നമുക്ക് വിൽക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത വീട് നോക്കാം. എന്താ, അങ്ങനെ ചെയ്താൽ അടിപൊളിയായിരിക്കത്തില്ലേ? ഓ, അച്ഛനെന്നെ ആക്കിയതാണല്ലേ. അപ്പോഴങ്ങോട്ട് രാജുവും ഋതികയും കൂടെ ബൈക്കിൽ വന്നിറങ്ങി. രാജുവും ഋതികയും കൂടെ നടന്നു വരുന്നത് കണ്ടിട്ട് ജയൻ പ്രിയോട് പറയാ, ഇതെന്താ മേഡം രാജുവിൻ്റെ കൂടെ വരുന്നത്? അത് എനിക്കെന്തോ അറിയാം. അതെ, അവളോട് തന്നെ അങ്ങ് ചോദിക്കണം. രാജുവും ഋതികയും കൂടെ ചിരിച്ചങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കണ്ട് വേണുവേട്ടനും രാധമ്മയെ അങ്ങ് സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ്. ജയൻ മനസ്സിൽ പറയുക, ഈ ബാധ അങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ. ഇതിങ്ങനെ വീണ്ടും വീണ്ടും കയറി വന്നാൽ അത്രയ്ക്ക് ശരിയാകത്തില്ലല്ലോ. ആ രമ്യയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശുകൂടെ ഒപ്പിച്ചെടുക്കണമെന്ന് വിചാരിച്ചോണ്ടിരുന്നതാ. അതുകൊണ്ട് ഈ വരവ് അങ്ങോട്ട് നിർത്തിച്ചേ പറ്റൂ. മോളെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? അതെന്താ രാധമ്മേ, എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? ജയൻ ചാടിക്കേറി പറയുക, അതെ, മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും രാധമ്മ മിണ്ടാതെ നിൽക്കുന്നത്. അതെ, ഞങ്ങൾക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയാനും പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനില്ല. സത്യം പറഞ്ഞാലേ മേഡം ഇപ്പോൾ ഈ കാണിക്കുന്നതേ ഭയങ്കര മോശം പരിപാടിയാണ്. ഇങ്ങനെ ബന്ധമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് രാജുവിൻ്റെ കൂടെ എന്തിനാ ഇങ്ങനെ ബൈക്കിൽ കയറി ചുറ്റി നടക്കുന്നത്? ആൾക്കാർ കണ്ടാൽ എന്താ പറയുന്നത്? നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാ, അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ളവർ. ആ അന്തസ്സും അഭിമാനവും ഒക്കെ പ്രവൃത്തിയിൽ കൂടെ കാണിക്കണം. വേണുവേട്ടന് ദേഷ്യം വന്നിട്ട് പറയാ, ഡാ നീ ഒന്ന് നിർത്തിക്കേ, സാഹചര്യം മനസ്സിലാക്കി വേണം സംസാരിക്കേണ്ടത്. എൻ്റെ അച്ഛാ, ഞാനെന്നാ പറഞ്ഞു തീർത്തോട്ടെ. ഒരു ഫ്ലോയിൽ എങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്നതായത് അപ്പോഴൊന്ന് പറയിക്കാനും സമ്മതിച്ചില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ആ അന്തസ്സും അഭിമാനവും ഒക്കെ ഞങ്ങൾക്കും ഉണ്ട്. സത്യം പറഞ്ഞാലേ നിങ്ങളൊക്കെ കാരണം അതൊക്കെ പോയി കിടക്കുക. അതൊന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും തരികിടയായിട്ട് വരല്ലേ മേഡം? ഋതിക പറയാ, അയ്യോ ജയേട്ടാ, ഞാൻ അങ്ങനൊന്നും മനസ്സിൽ കരുതിയിട്ടല്ല വന്നത്. നിങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി വന്നതാ. രാധമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അതാ വന്നത്. ഉടനെ പ്രിയ കയറി പറയുക, അതിൻ്റെ ആവശ്യം ഒന്നുമില്ല ഋതികെ, ഓരോന്നിനും ഓരോ ലിമിറ്റൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നാലേ ആരായാലും പ്രതികരിക്കും. അതുകൊണ്ടേ ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. അയ്യോ പ്രിയേച്ചി, അതുകൊണ്ടേ ഇതൊരപേക്ഷയാ, ഞങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. രാജു പറയുക, ചേച്ചി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞേ ഋതിക മേഡത്തിനെ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു. ആഹാ, അപ്പം നിനക്ക് നാക്കുണ്ടോടാ? ഞങ്ങൾക്കാർക്കും വേണ്ടി അത് പൊങ്ങുന്നത് കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഋതിക പറഞ്ഞപ്പോൾ നിനക്ക് നാക്ക് പൊങ്ങുകയും ചെയ്തു. ഇതിലും ഭേദവേ നീ വല്ല. ഞാനൊന്നും പറയുന്നില്ല. ഇവരുടെയൊക്കെ ഭാവമാറ്റം കണ്ട് ഋതികയ്ക്ക് ഭയങ്കര സങ്കടമായി. ഋതിക പറയുന്നു, അയ്യോ ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു, ഞാൻ പോവുക രാജു. രാധമ്മ പറയുന്നു, മോളെ എന്തുവാ എന്നോട് പറയാൻ വന്നത്? അത് ഞാൻ പിന്നൊരിക്കൽ പറയാൻ രാധമ്മേ, ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ഋതിക അവിടെ നിന്ന് ഇറങ്ങുവാണ്. ജയനും പ്രിയ അങ്ങ് സന്തോഷിച്ച് നിൽക്കുവാണ്. അവർ വിചാരിച്ച പോലൊക്കെ നടക്കുന്നല്ലോ കാര്യങ്ങൾ. ജയൻ പറയുക, എങ്ങനെയൊക്കെ പിരിഞ്ഞു പോയാലും വന്ന് കയറിക്കോളും പശ പോലൊട്ടാൻ. ഇവള് മന്ത്രിയുടെ മോളാണോ വല്ല പശക്കച്ചവടക്കാരൻ്റെ മോളാണോ? ഋതിക അങ്ങനെ ഇറങ്ങി നടന്നിങ്ങോട്ട് വരുമ്പോൾ രമ്യ അവിടെ കാത്തു നിൽക്കുക. നിക്കടി അവിടെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ രാജുവിൻ്റെ വീട്ടിൽ ഇനി വരരുതെന്ന്? വഴിയിൽ നിന്ന് മാറി നിൽക്കി രമ്യേ, എനിക്ക് പോകണം. നീ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതിയടി. നിന്നോട് ഞാൻ മര്യാദയ്ക്കൊരു തവണ പറഞ്ഞതാ, ഇനി രാജുവിൻ്റെ വീടിൻ്റെ പടി ചവിട്ടി പോകരുതെന്ന്. പിന്നെ എന്തിനാടി നീ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് എനിക്ക് അറിയണം. എന്താ വാടി നിൻ്റെ ഉദ്ദേശം? അതെ, നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല രമ്യേ. ഋതികയ്ക്കറിയില്ലേ, അത് എൻ്റെ വീടാണ്. ആ വീട്ടിലുള്ള രാജുവ് എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ്. അപ്പോഴേ നീ ആ വീട്ടിൽ കയറണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ വന്നതേ രാജുവിനെ കാണാനല്ല, രാധമ്മയും വേണുവങ്കലിനെയും കാണാൻ. അതെന്തിനാ? അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല രമ്യേ. അല്ല ഋതികെ, നിനക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോ? നിന്റെ കല്യാണം നിന്റെ അച്ഛൻ ഉറപ്പിച്ചതല്ലേ?
ഇങ്ങനെ ഇവിടെ കയറി ഇറങ്ങി ആ വിവാഹവും മുടക്കി എന്നിട്ട് രാജുവിൻ്റെ തലയിൽ കയറി ഇരിക്കാമെന്നുള്ള നിൻ്റെ ആ മോഹം നടക്കത്തില്ല. ഈ രമ്യ അതിന് സമ്മതിക്കത്തില്ല. എൻ്റെ മാത്രമാണ് രാജു. രാധമ്മയും വേണുവെങ്കിലിനെയും കൂട്ടുപിടിച്ചേ നീ രാജുവിനെ വശീകരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ നിനക്ക് തെറ്റി. പ്രിയ ചേച്ചിയും ജയൻ ചേട്ടനെ ഇപ്പം നിന്നെ വെറുക്കുന്ന പോലെയേ അവരും നിന്നെ വെറുക്കുന്ന കാലം ദൂരെ അല്ല ഋതികെ. നീ രാജുവിനെ മറന്നിട്ടേ നിന്റെ അച്ഛൻ കണ്ടുപിടിച്ചിരിക്കുന്ന ആ ചെറുക്കനെയും വിവാഹം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. അല്ലാതെ വെറുതെ ഇങ്ങനെ ആളുകളെ കൊണ്ട് ഓരോന്നും പറയിപ്പിച്ച് നിന്റെ അച്ഛൻ്റെ വില കളയാതൊന്ന് നിർത്ത്. രമ്യയുടെ ഈ അഹങ്കാരത്തിന് തക്ക മറുപടി കൊടുക്കണമെന്ന് തന്നെ ഋതിക തീരുമാനിച്ച്. രമ്യയ്ക്ക് രാജുവിനെ സ്വന്തമാക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിന്റെ ഭയമാണ് നിന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഇന്നാർക്ക് ഇന്നാരെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഈശ്വരനാണ്. ഋതികയ്ക്ക് രാജുവിൻ്റെ ഭാര്യയാകാനുള്ള യോഗം ഉണ്ടായിരുന്നു. ഋതിക രാജുവിൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചു. ഇനിയും ആ യോഗം നീണ്ടു നിൽക്കാനാണ് ദൈവവിധിയെങ്കിൽ നീയല്ല ഇനി ആര് തടസ്സം നിന്നാലും അതങ്ങനെ തന്നെ നടക്കും. രമ്യ ഒരിക്കലും വിചാരിച്ചില്ല ഋതിക ഇങ്ങനെയൊക്കെ പറയുന്നു. രമ്യ എടീന്ന് വിളിക്കുമ്പോൾ ഋതിക പറയുന്നു, വേണ്ട രമ്യയെ, ഒരു ജന്മത്തിൽ അനുഭവിച്ചു തീർക്കേണ്ട ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ചുരുങ്ങിയ പ്രായത്തിൽ അനുഭവിച്ച ഒരു പെൺകുട്ടിയാണ് ഞാൻ. നിന്നേക്കാളും വിഷം കൂടിയ അംബിക എന്ന അമ്മായിയെ ഇപ്പോഴും സഹിക്കുന്നവളാണ് ഞാൻ. അതുകൊണ്ട് നിന്റെ ഈ കളിയൊന്നും എന്നോട് വേണ്ട. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം നീ ജയിച്ചു രമ്യയെ. ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെപ്പോലെയും ചേട്ടനെയും പോലെയും കരുതി സ്നേഹിച്ച ചേട്ടനെയും പ്രിയ ചേച്ചിയും നീ നിൻ്റെ സൈഡാക്കി. അതിലെനിക്ക് നല്ല വിഷമമുണ്ട് രമ്യ. നീ എന്നെ ഉപദ്രവിക്കാനുള്ള പണികളൊക്കെ തുടങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ അവസാന ജയം ആരുടേതാണെന്ന് നമുക്ക് കാണാം. അങ്ങനെ ഋതിക നല്ല തൻ്റേടത്തോടെ രമ്യയെ വെല്ലുവിളിച്ചിട്ട് നടന്നു പോവാണ്. രമ്യയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പ്രാഗുവാണ്. നാശം പിടിച്ചവള്. ഇവളൊക്കെ ചത്ത് തൊലഞ്ഞൂടെ? ഋതിക വിഷമത്തോടെ വീട്ടിലോട്ട് വരുമ്പോൾ പ്രതാപൻ കണ്ടിട്ട് ചോദിക്കുന്നു, മോളെ എന്ത് പറ്റി മോളെ? ഒന്നുമില്ലച്ച. ഒന്നുമില്ലാഞ്ഞിട്ടാണോ എൻ്റെ മോടെ മുഖമൊക്കെ ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അച്ഛനോട് പറ. അച്ഛൻ എന്നെ വഴക്ക് പറയരുത്. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. അച്ഛാ, ഞാൻ രാജുവിൻ്റെ വീട് വരെ ഒന്ന് പോയതാ. രാജുവിൻ്റെ വീട്ടിലോ? എന്തിന്? നിനക്കറിയാവുന്നതല്ലേ മോളെ, നിൻ്റെ അമ്മായിക്ക് രാജുവിൻ്റെ വീട്ടിലോട്ട് മോള് പോകുന്നത് ഇഷ്ടമല്ലെന്ന്. ഇപ്പം ഞാൻ കണ്ടതുകൊണ്ട് കുഴപ്പമില്ല. ചേച്ചിയെ കണ്ടിരുന്നെങ്കിൽ ഇപ്പം മോളോട് വഴക്കുണ്ടാക്കത്തില്ലായിരുന്നോ? എന്തിനാ മോള് ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ചേച്ചിയുടെ ദേഷ്യം വാങ്ങിച്ച് കെട്ടുന്നത്? അച്ഛാ, ഞാൻ അവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പോയതാ അച്ഛാ. അത് പാടില്ല മോളെ. അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ മോളത് ചെയ്യാൻ പാടില്ല. അച്ഛാ, അത് മോളെ, നിന്റെ മനസ്സ് അച്ഛന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നീ അവരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും അച്ഛനറിയാം. അതുകൊണ്ട് മോൾ അവിടെ അങ്ങനെ ചെല്ലുന്നത് രാജു വിവാഹം കഴിക്കാനിരിക്കുന്ന രമ്യയ്ക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. രമ്യയുടെ പേരൻസിനും അത് ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതൊരു നല്ല രീതിയിൽ കാണണമെന്നില്ല. സോറി അച്ഛാ, ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല. മോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അച്ഛനോടത് തുറന്നു പറയണം. എന്തും നിനക്ക് എന്നോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തരുക. ശരി അച്ഛാ, നീ അച്ഛൻ പറയുന്നത് പോലെ ഞാൻ എല്ലാം അനുസരിച്ചോളാം. ആ സമയത്ത് ഋതികയുടെ ഫോണിലോട്ട് രാജുവിൻ്റെ കോൾ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, രാജു എന്തിനാണ് ഋതികയെ വിളിക്കുന്നത്? അവൻ്റെ പ്രണയം പറയാനാണോ അതോ ഈ നടന്നതിനൊക്കെ സോറി പറയാനാണോ എന്നൊക്കെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.